അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് സ്പോഞ്ച് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലീനായ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെഷറിംഗ് സ്പൂണിന് 1 സ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഏകദേശം 3/4 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു കേക്കാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയും നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയും കൂടെ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മഞ്ഞ കളറൊക്കെ പോയിട്ട് വൈറ്റ് കളറാകുന്നത് വരെ നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3-4 പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കിയാൽ ഈ ഒരു ബാറ്റർ താഴ്ന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഒരേ ഭാഗത്തേക്ക് തന്നെ ഇളക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ ഒരു അര ടേബിൾ സ്പൂണിൽ കുറവായിട്ട് പാല് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും പാല് ബാക്കിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള പാലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ടിന്നൊക്കെ ഞാനിവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടാണെങ്കിലും കേക്ക് അങ്ങനെ റെഡിയായിട്ട് കിട്ടില്ല, അതുപോലെ ലൂസായാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സ്പോഞ്ച് നമുക്ക് കിട്ടും. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലുള്ള എയർ ബബിൾസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഒരു പഴയ തട്ട് ഞാനിതുപോലെ ഈ ഒരു സോസ് പാനിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മിനിറ്റ് സമയം ഒന്ന് നമുക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഒരു 30 മിനിറ്റ് ആവുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്പോഞ്ചാണ്. ഇനി നമുക്ക് ആ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. ആദ്യം നമുക്ക് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പഞ്ചസാരയൊക്കെ നമുക്കൊന്ന് പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ബീറ്റായിട്ട് കിട്ടാൻ കുറച്ചൊരു പണിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നല്ല അടിപൊളി സ്പോഞ്ചാണ്. നമ്മുടെ ഈ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ എങ്ങനെ ഒട്ടി പിടിക്കുന്ന ആ ഒരു പരുവത്തിലൊന്നുമല്ല. ഇനി നമുക്കൊരു ബേസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ വെച്ചെടുക്കുന്നത് ഏറ്റവും അടിയിലത്തെ ലെയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അടിയിലത്തെ ലെയർ വെക്കുമ്പോൾ കുറച്ചധികം തന്നെ വെറ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ലെയറൊക്കെ അത്രയും വെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഈ ഒരു സ്പോഞ്ചിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലൂബെറി കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ബ്ലൂബെറിയുടെ ക്രഷാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോഞ്ചിൽ ആദ്യം തന്നെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ബ്ലൂബെറിയാണ് വേണ്ടത്. അപ്പോൾ ബ്ലൂബെറി ഇത്രയുള്ളൊരു ബ്ലൂബെറിയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏകദേശം 80 രൂപയാണ് വില. അപ്പോൾ ഈ ഒരു ബ്ലൂബെറിയുടെ ക്രഷ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്ലൂബെറിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു പുളി ഇങ്ങനെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു കേക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഈ രീതിയിൽ നമ്മളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അത് കുറച്ചൊന്ന് വെറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് ഞാനിത് ആദ്യം തന്നെ കുറച്ച് ക്രഷാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലൂബെറിയുടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്ലൂബെറിയുടെ ക്രഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിലത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. മുകളിലത്തെ ലെയർ ഞാനിവിടെ ഒന്ന് മറച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ മുകളിലത്തെ ലെയറിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു ബ്ലൂബെറിയുടെ ക്രഷ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് മാറ്റാം. ഒരു 10-15 മിനിറ്റോളം ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഐസിങ് ചെയ്തിട്ട് ഞാനൊരു 15 മിനിറ്റ് സമയം വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ കേക്കിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഡ്രോപ്പ് നമ്മുടെ ലിക്വിഡ് കളറും ലാവണ്ടർ കളറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറുക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒലിച്ചിറങ്ങുമെന്ന് കരുതിയിട്ടാണ് ഞാനിതുപോലെ ടൈറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ കേക്കിന് നല്ലൊരു തിളക്കം കിട്ടും ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇതിന് മുകളിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ചൊരു ടൈറ്റിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കേക്കിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ടും ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 3 ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നടുവിലായിട്ട് കുറച്ച് യെല്ലോ കളറിലുള്ള ഷുഗർ ബോൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ നെയിം ഇതുപോലെ ചോക്ലേറ്റിൽ ചെയ്തെടുത്തിട്ടില്ലാണ് കേട്ടോ. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണിത്. കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു കേക്ക് ഇഷ്ടമുണ്ടാവുക കേട്ടോ, നല്ല ഇഷ്ടമുണ്ടാവുക.
ചെറുതായിട്ടൊരു പുളിയും മധുരമൊക്കെ വരുന്നൊരു കേക്കാണ്. അപ്പോൾ എനിക്കിതൊരു സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാതെ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.